സൽമാൻ ഏതോ ഒരു വണ്ടിമ്മ കയറി പോണുണ്ട്. ഞങ്ങള് ചേസ് ചെയ്ത് പിടിക്കാനുള്ള പരിപാടിയാ. വെറുതെ അല്ല ഞങ്ങള് വിളിച്ചപ്പോ ഫോൺ എടുക്കാത്തില്ലേ? പോണ്ട എല്ലാവരും പോണ്ട പറഞ്ഞൂലേ? മുതത്ത് നല്ല പാള എന്താ വെച്ചെട്ടിക്കോളുണ്ട്. ഞാനും വെച്ച് കെട്ടുന്നുണ്ട്. നമ്മള് രണ്ടാളും അങ്ങനെ പോണത്. കൊയ്യാണ് ഓന്റെ ബന്ധുക്കാരോട് വന്നിട്ടാ പറയണ്. ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ നമ്മള് പറയണ്ടല്ലോ. അല്ല പറയണ്ടോ? വീഡിയോയില് തീരെ പറയരുതേ. കാണട്ടെ ഞാൻ ഷാഹിദോ കണ്ടോ? ഷാഹിദിന്റെ ബന്ധുക്കാരോട് പോയ സർഫ് അല്ലേ എന്ന് പറയും. നമ്മളെ വണ്ടിമ്മ കയറിച്ചേ നോക്ക്. അന്നേട്ട് കിട്ടിയ ആകെ ലാഭം ഇന്ന് ചായേനെ. ഇന്ന് പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടില്ല. സൽമാനെ പിടിക്കാൻ വേണ്ടിട്ട് പിന്നാലെ പോവാണ് കേട്ടോ. ചേസിങ് ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ സൽമാൻ ഏതോ ഒരു വണ്ടിമ്മ കയറി പോണുണ്ട്. ചേസ് ചെയ്ത് പിടിക്കാനുള്ള പരിപാടിയാ. ഇന്നലെ എന്നോട് പറഞ്ഞു ആരെ കുടുംബക്കാരോട് നിൽക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചിരുന്നു. 2-3 ദിവസം ഓനെ വിളിച്ചെടുത്തൊക്കെ പറഞ്ഞു. ഇന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല. ഫോൺ അടിച്ചെടുക്കണില്ല. ആരെ ഒരു ബൈക്കുമ്പോ ഞങ്ങൾക്ക് പരിചയമില്ല. ഓനെ പരിചയമുള്ള ആളാണ്. നിർത്തിയില്ല. അവ ഏത് ബൈക്കാണ് എന്നൊന്ന് പോയോ. ഓന്റെ കുടുംബക്കാർ 4 ആളുണ്ട് ഇവിടെ ഈ ഏരിയയില്. 4 കുടുംബക്കാരിൽ ഏതോ ഒരു കുടുംബക്കാരോട് ഉണ്ടാവോ. ഒന്ന് പോയോക്കട്ടെ. എന്തായാലും ഈ ചുറ്റുവട്ടത്തെ ചേസിങ് ആണ്. ഓനെന്ന് ഞാൻ കാട്ടി കൊടുക്കാം. പിന്നെ നമ്മളീ പോണ പേരിലേ പുറത്ത് നിന്ന് ചെവി ഓർത്താ മതി. ഒരു ഒരമ്പട സൗണ്ട് ഉണ്ടാവും. ഹലോ ഇവിടെ വാ. ഇഫ് വന്നിട്ടില്ല. ഇത് ഇഫുന്റെ അച്ഛത്തിയല്ലേ? ഷിഫുണ്ട് ഇവിടെ. ഷിഫു ഇല്ലേ? പിന്നെ ഹലോ സൽമാൻ മൂഞ്ചി ഗൈസ്. കോഴിക്കോട്ടോ? കുറ്റിക്കോടാ? ഓള് കുറ്റിക്കോടാ. ഷിഫു കുറ്റിക്കോടാ. ഇവിടുന്ന് വന്നിട്ട് അല്ലേ സൽമാൻ മൂഞ്ചിക്കോടും. ഓൻ കാണാൻ വന്ന ആള് ഓന്റെ കുടിയിൽ തന്നെ ഉണ്ട്. അതായത് ഓന്റെ ജ്യേഷ്ഠന്റെ പെരയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ വീട് സൽമാന്റെ 2ാമത്തെ ജ്യേഷ്ഠനായ റഷീദ് ആക്കാന്റെ 2ാമത്തെ മകനായ ഷറഫുന്റെ ബന്ധുക്കാരെ, അതായത് ഷറഫ് കല്യാണം കഴിച്ച വീട് ഇതാണ്. ഇവിടേക്ക് വന്നത് എന്തിനാ അറിയോ? ഷറഫുന്റെ വൈഫിനെ, അതായത് ഷിഫുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആശാൻ വന്നിക്കണത്. വെറുതെ അല്ല ഞങ്ങള് വിളിച്ചപ്പോ ഫോൺ എടുക്കാത്തില്ലേ? ഇവിടേക്ക് വരുന്നതിന് എന്തിനാ സൽമാൻ അങ്ങനെ പാത്തും പതുങ്ങിയിട്ടും ഞങ്ങളൊന്നും കാണാണ്ട് ആരും അറിയാണ്ട് ഓൻ്റെ വീട്ടുകാരൊന്നും അറിയാണ്ട് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല. ആശാൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം വെറുതെ വന്ന് കണ്ട് പോക്കല്ല, ഇവിടെ 2 ദിവസം നിൽക്കും വേണമെന്ന്. അതിപ്പോൾ എന്തായാലും ആരും സമ്മതിക്കത്തില്ലല്ലോ, അതാണ്. അപ്പോൾ സമ്മതിക്കൂലെന്ന് എനിക്കറിയാം. അപ്പോൾ ആരോടും പറയണ്ടേ, ആരും അറിയണ്ടേ. ഞങ്ങളെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. ഞങ്ങളോടും കൂടി പറയാതെ നൈസിൽ ഏതോ ഒരു വണ്ടി തടുത്ത് ലിഫ്റ്റ് അടിച്ചിട്ട് കയറി വന്നിക്കുക. ഓൻ്റെ ഈ ഉദ്ദേശത്തിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓന് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ ആശിക്കല്ലേ കണ്ടാന്ന്. അപ്പൊ ഞാന് ഈ വെച്ചു, ആ പൂള് വെച്ചു. അപ്പൊ നിൽക്കാനേ അപ്പൊ ഷറഫ് ഓനിക്ക് വിളിച്ചുക്കണൂന്ന്, അതായത് ജ്യേഷ്ഠന്റെ മകൻ ഇവിടുത്തെ മരുവന് ദുബായിന്ന് സൽമാൻ വിളിച്ചിട്ട് പറയത്രേ 2 ദിവസം ഓന്റെ ബന്ധു വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞൂന്ന്. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ വിശ്വസിച്ചോ? ഞങ്ങൾ തെരഞ്ഞു വന്നാണേ, കാണാനില്ലെന്നേ. ഫോണടിച്ചെടുക്കണില്ല. ഒരു ബൈക്കുമ്പോ കയറി പോരും. എവിടെ പോയി അറിയില്ലല്ലോ. ഇവിടെ അറിയാം എവിടേക്കെന്നെ വന്നിക്കണെന്ന് വെച്ചറിയാം. ഞങ്ങൾ
ആ പോണ്ടാന്ന് ആ ഇഷിത് ശരി ആ ഇഷിത് അപ്പൊ ഇവിടെ നിൽക്കാന്ന് അപ്പൊ ഇന്നത്തെ നിൽക്കാന് ആ അപ്പൊ ഗഫ് വെച്ചു ആ ഫൂള് വെച്ചു അപ്പൊ ഇവിടെ ഇന്നത്തെ നിൽക്കാണ് അപ്പൊ മുണ്ടപ്പൈക്കില്ല മുണ്ടപ്പൈ നിൽക്കില്ല മലയാളം പോണ്ടാന്ന് ദാദാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും അവരോട് ഓരോരുത്തരെ എടുത്ത് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചുക്കിക്ക് അപ്പോ ആണേ അപ്പോ ഞാനേ ഇന്ന് നിൽക്കാം അപ്പോ ഇതൊക്കെ ഞാനേ ഈ ഓളെന്റെ കുടിയിലുണ്ട് പൊന്നാൻ സൽമാനജി അവിടെ നോക്കിട്ട് വണ്ടി അപ്പോ ഞാന് അവരവിടെ 2 ദിവസം നിൽക്കുന്ന തന്നെ പറയണത്. ഇപ്പോൾ ഷർഫിൻ്റെ വൈഫ് ഷിഫു ആണെങ്കിലും 2 ദിവസം നിൽക്കണം എന്ന് തന്നെ പറയണത്. പക്ഷെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആശ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാനുള്ള പ്ലാൻ തന്നെ. ആ രാത്രി അപ്പോ ഞാനേ വാങ്ങിട്ടെ ഞങ്ങളിങ്ങോട്ട് വരല് പോയി കയറുള്ളൂ അപ്പ ഓ വേറെ വണ്ടിയിൽ വന്നിക്കണേ എന്റെ വന്നിക്കാരുടെ സർഫിന്റെ വന്നിക്കാരുടെ സർഫിന്റെ വന്ന് അപ്പൊ സർഫുണ്ട് ഈ ചോട്ടി അളാപ്പല്ലേ ഇജ്ജ് എങ്ങനെ ഇവിടെ നിൽക്കുക ഈ ചോട്ടി ഓ വിളിച്ചിട്ടില്ല പോട്ടിമാരോ ആ ഉച്ചയായി ആ ഓള് പണിക്കോ ജോലിക്ക് പോകണേ അത് ശരി അനക്ക് അങ്ങനെ ബന്ധുക്കാരോടൊക്കെ നിക്കാൻ പൂതിയില്ലെങ്കിലേ ഒരു പെണ്ണ് അല്ലപ്പാ അല്ല ഓനൊരു പെണ്ണ ഇട്ടു കൊടുക്കാൻ ബന്ധുക്കാരെ പോയി നിക്കണോ അല്ല ഈച്ചൊരു പെണ്ണിട്ട് എന്റെ ബന്ധുക്കാരോട് നിക്കണോ സംഭവം ഷിഫു പറഞ്ഞിക്കണു, അതായത് ഷർഫിന്റെ വൈഫ് പറഞ്ഞിക്കണു 2 ദിവസം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന്. അപ്പോൾ ആ വോയിസ് ഓളെ വല്യപ്പാക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണേ. ഇവരാണെങ്കിൽ ഒക്കെ പറഞ്ഞത് അതേപടി കേൾക്കുന്ന ആളാണല്ലോ. വള്ളം കൂടി എടുക്കണ്ടേ വള്ളം കുടിച്ചിട്ട് പോവാതെ ഇവിടെ എന്നാ അതേ കുട്ടി ഷെഫു ഇവിടെ എന്നാ ടിഫാണേ കുട്ടിയാണേ അങ്ങൊന്നും വാങ്ങിയില്ല അതാ പാക സങ്കടം. അല്ല ഇതൊന്നും കൊണ്ടുവന്നില്ലേ കുട്ടികൾക്ക്? ഹലോ ഹലോ ഈ കുട്ടികൾക്ക് ഒന്നും കൊണ്ടുവന്നില്ലേ? ആ ഇനി നാളെ വരുന്നുണ്ടോ? കിട്ടുന്നത് ഇന്നത്തെ ഒരു ബന്ധുക്കാരനെ ജിഫുന്റെ അതേ മച്ചാൻ തന്നെ അല്ലേ. എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ട് ആശാനം എല്ലാം ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ അതിനുള്ള പരിപാടിയിലാണ് ഞങ്ങള്. നാളെ ഷിയാക്കടക്കുണ്ട് ഇവിടെ നിൽക്കാതോ പോരാ അത് ഷിയാക്കടക്ക് പോവാണ്. ഞങ്ങളിനി അമേരിക്കക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൻ ഉണ്ടാവൂല, ഓന്റെ മനസ്സ് ഇവിടെ. പക്ഷെ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഞങ്ങളുടെ നുണ ഏറ്റുക്കണോന്ന്. അപ്പം മെല്ലെ പ്ലാൻ മാറ്റുന്നുണ്ട് ആള്. ഞാന് നാളെ ഇഷക്കുണ്ട് ഇത് നാളെ പോയാളാ അത് ഇഷക്കല്ലേ അപ്പൊ നാളെ ഞങ്ങൾ ഷിയാസ്കാർക്ക് പോകേണ്ടത് പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ ആശാന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിയാസ്ക ഇത് കാരണം കൊണ്ട് എനിക്ക് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പ്ലാന് മാറ്റി നാളെ ഷിയാസ്കാർക്ക് പോയിട്ട് മറ്റന്നാ വരാന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനിടയിൽ ഷിഫു അവന്റെ ഫോണിൽ കുളിച്ചു. ഞങ്ങളുടെ പ്ലാന് വീണ്ടും പാളോന്നൊരു പേടി. അന്റെ കുടിയോ? ആ എന്റെ കുടിയേ ഇത് ആ കുടി എനിക്കന്നോ അല്ലേ
വണ്ടിയുണ്ടോ അല്ല 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 ഞങ്ങൾ കൊണ്ടേക്കൊണ്ട് ഹലോ ഞങ്ങൾ കൊണ്ടേക്കൊണ്ട് ഞങ്ങൾ കൊണ്ടേ ആ ആ അതൊക്കെ പോകും ആ അയ്യോ കുഴപ്പമില്ല ജയ് നമ്പർ കിട്ടും നല്ല ഇഷ്ടം പോലെ വണ്ടി കിട്ടും ഞാൻ ആ ബൈക്കും പോകുക അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് വണ്ടി ആയിക്കോട്ടെ അല്ല ഓനെങ്ങനെ വന്ന് ആ വണ്ടിമോ പോട്ടെ ഞങ്ങൾ കൊണ്ടേക്കൊണ്ട് ഞങ്ങളെ കൂടെ വന്നു കഴിഞ്ഞാലേ ഞങ്ങൾ നല്ലോണം കളിയാക്കുന്ന ഓനക്കറിയാം. അപ്പോൾ ഓളെ വല്യപ്പനെ കൊണ്ട് ഓനെ ആക്കി കൊടുക്കാനേ ഓന്റെ റൂമിന്റെ ബാത്റൂമിന്റെ ഉള്ളിൽ പണി നടക്കണൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതാ അവർക്ക് കാണിച്ചു കൊടുക്കാണ്. അവന്റെ റൂമൊക്കെ പണിക്കാണേ ബാത്റൂമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. സൈഡില് പുതിയ ബാത്റൂമും റൂമൊക്കെ ടൈലൊക്കെ ഒട്ടിച്ച് അടിപൊളിയൊക്കെ ഉള്ള പരിപാടിയാ. മണ്ണ് വേണം. അത് എന്ത് അത് കഴിഞ്ഞത് പെണ്ണോ അവിടെ പഴയ ഒരു പെണ്ണുണ്ടാവും മതിയോ? അതേ നടക്കണ്ട് പുറത്തൊക്കെ ചുറ്റി കെട്ടി മതിയോ? ആ എന്റെ വീട്ടിൽ തെണ്ടുള്ള പടം കുട്ടിയല്ലേ? ആ നാളെ പോയാലോ? ആയിക്കോട്ടെ നാളെ വാ. മുതത്ത് നല്ല പാള എന്താ വെച്ച് കെട്ടിക്കോളുണ്ട്. ഞാനും വെച്ച് കെട്ടുന്നുണ്ട്. നമ്മള് രണ്ടാളും അങ്ങനെ പോണത് കേട്ടോ. അടി മലരാ കാലം എനിക്ക് തന്നെ കിട്ടില്ല, എനിക്ക് കിട്ടുക. അതിന്റെ ഇടയിൽ ഷിഫു പിന്നെയും വിളിച്ചു സൽമാനോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട്. ഓള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ വരാം, അവളെ വീട്ടിൽ തന്നെ വരാം, അവിടുന്ന് കാണാ, അവിടെ ഇരിക്കുക, എവിടേക്കും പോണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ പ്ലാനിങ്. വിളിച്ചത് എവിടെ പോള് വർക്ക് ചെയ്യുന്നത്? നീക്കേ ഇപ്പൊ നമ്മള് രണ്ടാളെ കൊണ്ടുവരും. പോവാന്റെ കൊണ്ടുവരാൻ വന്നിക്കിടുമ്പാനെ പോരെ. ചായയും കടി അയക്കണമെന്ന് പറഞ്ഞപ്പോ ഒറ്റ പാച്ചില ഉള്ളിക്ക് ഞങ്ങളെയും കൂടി ഒന്നും വിളിക്കണില്ല. ആ ചായക്കൊന്ന് വിളിച്ചിരുന്നിട്ടോ തമ്മാനെ കോയാണ്. ഓന്റെ ബന്ധുക്കാരോട് വന്നിട്ടാ പറയണ്. പറഞ്ഞിട്ടാ ഷറഫ് കോഴിയാണ് എന്ന്. അത് ഓന്റെ ബന്ധുക്കാരെ വരിയെന്നാണ് ഈ പറയണതേ. എങ്ങനെയുണ്ട്? അമ്പിന്റെ അടക്കാണ്. അപ്പം ബൈക്കുമ്പോ പോകണ്ടെന്ന് ഒരു മിന്നാട്ടം ഞങ്ങള് കണ്ടു. അപ്പൊ ഏകദേശം ഇവിടേക്ക് തന്നെ ഇന്നലെ പറഞ്ഞതല്ല ഇങ്ങനെ പോകുന്നു. അപ്പൊ അത് ചായ എടുത്താൽ അതെ എന്റെ ചാപ്പ കൊടുക്കാം. എന്റെ ചാപ്പ കൊടുക്കാം. ചായ എടുക്കാറെന്നാ യഥാർത്ഥ ബന്ധുക്കാരുടെ സ്നേഹമുള്ള ആളാണ്. ഞാൻ അന്നി വിളിച്ചു ഫോൺ എടുത്തില്ല. അപ്പോ അപ്പോ ഉമ്മക്കില്ല ഉമ്മക്കില്ല മുസ്തഫക്കില്ല ഉമ്മക്കില്ല ഞാൻ പറഞ്ഞില്ല. ആ മുണ്ടണ്ട. ഇതിപ്പോ അവിടുന്ന് പോന്ന എന്നെ തെരഞ്ഞ ആരോട് മുണ്ടണ്ട കുടിയിലല്ലേ? ഇവിടെ ഒരു കട വിൽക്കുന്നു. ഇവിടെ ഉദ്ഘാടനം ഒന്നും അല്ലേ? ഇവിടെ വന്നത് ഇപ്പൊ നമ്മള് പറയണ്ടല്ലോ. അല്ല പറയണ്ടോ വീഡിയോയില് തീരെ പറയരുതേ. പറയില്ലട്ടോ. ഞങ്ങൾ അടിച്ചിട്ടെടുക്കണില്ല. ഞങ്ങൾ അടിച്ചിട്ടെടുക്കില്ല. ഇന്നലെ രാത്രിയോ അപ്പൊ ഞാൻ എടുത്തില്ലേ? ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് ഈ കുഞ്ഞു വരാൻ കൊറേ സമയം പിടിക്കും. അന്നെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിക്കണ്. ഷർഫുവിന്റെ ഓള് എന്ന് പറഞ്ഞേക്കാ ഷിഫു രണ്ടക്ഷരം അത് പറഞ്ഞ പോരെ. ആ സർഫാണ് അന്നെ ഈ കോലത്തിലാക്കിയത്. കാട്ടയാ
ഷാഹിദോ അത് കണ്ടോ ഷാഹിദിന്റെ എന്തൊക്കെയാണ് പോയ സർഫ് അല്ലേ എന്ന് പറയും. ഇവിടെ വന്നപ്പോ നേരെ ഇപ്പൊ 3-4 ദിവസം അറിവും കാര്യമൊക്കെ ആയിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇപ്പൊ കണ്ടില്ല ഞങ്ങള് പോന് കുറ്റായി. ഞാൻ എന്റെ കുടുംബമൊന്നുമില്ല പോണു. ഞാൻ എന്റെ ഒരു കുടുംബമല്ല. എന്റെ കുടുംബം തന്നെ അമ്പജിന്റെ വല്യമ്മാന്റെ അജ്ജത്തിന്റെ മാനൊക്കെ തന്നെയാണ്. അതൊക്കെ പണ്ട്. അപ്പൊ അതൊന്നുമില്ല. മോള് കേട്ടാ പോലെ മാനെ ഇത് ഫുള്ള് കഴിഞ്ഞാലേ പോരുള്ളൂ. അതെ ട്ടോ എന്നാ തുണി അതെന്നും ഇങ്ങനെ തന്നെ എന്താ വേണ്ട ഞമ്മക്ക് നമ്മളെ വണ്ടി പോയി നമ്മള് 3 വണ്ടി സാരില്ലാന്ന് ഇല്ല മറിയൊന്നുമില്ല. മറന്നാലും ചിന്റെ മേത്തു കൂടെ വീണാ മതി. എനക്കൊന്നും പറ്റൂല കേട്ടോ. ആ 3 എൻ്റെ തൊട്ടടുത്ത് ഷിഫുവിൻ്റെ വല്യപ്പരിക്കുണ്ട്. അപ്പോൾ ആളോട് ബൈക്ക് എടുത്തിട്ട് സൽമാനാക്കി കൊടുക്കുക. ഞങ്ങളപ്പം കയറില്ലാന്ന് ഞങ്ങൾ കളിയാക്കി കൊല്ലുന്നു എനിക്കറിയേ. പുറത്തിറങ്ങിയിട്ട് ചെരുപ്പിടുമ്പോഴും ആശാന്റെ ആക്ഷൻ ശ്രദ്ധിച്ചു നോക്ക്. ഓളെ വെല്ലിപ്പാനെ വിളിക്കണേ. ഞങ്ങളപ്പം പോരൂല, ഞങ്ങളെ വണ്ടിമ്മ കേറൂലെന്ന്. നമ്മളെ വണ്ടിമ്മ കയറിച്ചേ ഇപ്പൊ എങ്ങടാ കുറ്റി കൊടുക്കോ? അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കളിയുണ്ട്. ഇന്ന് ഫ്രാൻസ് മെസ്സി അല്ല എംബാപ്പ. എന്റെ നാളെ അർജന്റീന ഇംഗ്ലണ്ട് ടീം ഇംഗ്ലണ്ട് തോറ്റ ഗുണ്ട് വെക്കണമെന്ന്. ഫ്രാൻസ് തോറ്റാലോ ഉണ്ടാപ്പഴ ടീം തോറ്റാ അവൻ പൊട്ടിച്ചു ഗുണ്ട് പൊട്ടിക്കും. ആരെ ഗുണ്ടിനുള്ള പൈസ തരാ എന്നാ കൈയട്ടിക്ക ബനോ പൈസ ബെന്നീന്നോ കാക്കനെ കണ്ടുക്കണോ? കാക്ക എങ്ങനെ ഇങ്ങനെ കൊന്നിട്ടല്ലേ പറക്ക? കാക്ക മലന്ന് ഇങ്ങനെ പറക്കും. ബെന്നീന്ന് ഒരു ഉറുപ്പ് കിട്ടണമെങ്കിൽ ഓൻ തരും. ഓൻ്റെ ചങ്ങായി ഒരു ഉറുപ്പ് കിട്ടുന്നു. ഓൻ്റെ ഒരു ഉറുപ്പ് നാളെ കപ്പ് കൊടുക്കും അർജന്റീന. അർജന്റീന കപ്പ് കൊടുത്തോ അവന്റെ വണ്ടിമ്മ കീ 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 അടിച്ചു പോകും. പിന്നെ കൊട്ട് അർജന്റീന ഇങ്ങനെ കായ് വിട്ടല്ലോ ഇതൊക്കെ വാങ്ങാല്. എന്താണ് ഞാൻ ജയിച്ച ടീം ആണില്ല. ജയിച്ച ടീമായ കായിനിയല്ല. എന്റെ ടീം അർജന്റീന. അർജന്റീന. അപ്പൊ പിന്നെ നമ്മള് രണ്ടാളും പൈസ ഇറക്കണം. കൊട്ടും ബോംബും ഇന്ന് രാത്രി കളിയാണോ വരുന്നുണ്ടോ? ഇന്ന് രാത്രി കളിയാണോ വരുന്നുണ്ടോ? എന്റെ കുടിയാണ് ഇപ്പം ബെന്റെ കുടിയെന്നാട്ടെ കാണുന്നു. ഡി കെ ബെന്റെ കുടിയെന്നാണ് കളി കാണുന്നത്. നമ്മളില്ല. ഓൻ്റെ അടുത്ത് നോക്കണ്ടോട്ടെ. ഇജ്ജ് ക്ലബിലേക്ക് വരുന്നുണ്ടോ? അപ്പൊ എന്റെ കുടിയിൽ ഇരുന്നിട്ട് ഉറങ്ങിട്ട് എങ്ങനെ കളി കാണുക? അപ്പൊ നാളെ അർജന്റീന കളിക്ക് വരുന്നുണ്ടോ? ഇന്നിപ്പോ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. അന്നേട്ട് കിട്ടിയ ആകെ ലാഭം ഇന്ന് ചായയാണ്. ഇന്ന് പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഇപ്പം തന്നെ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ സൽമാൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് മാത്രമല്ല, വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.